ഞാനിന്നൊരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളൻകിഴങ്ങ്, പിന്നെ ബോൺലെസ് ചിക്കൻ വലിയ പീസായിട്ടിട്ട്, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ ഇട്ട് നമ്മുടെ കുക്കറിലിട്ട് 2-3 വിസിൽ അടുപ്പിച്ചു. അത് വലിയ പീസുള്ള ചിക്കൻ, അതുകൊണ്ടാണ് 2-3 വിസിൽ അടുപ്പിച്ചത്. ഞാനിതിപ്പോൾ ഒരുമിച്ചിട്ടത് എളുപ്പപ്പണിക്കാണ്, അത്രയും സമയം ലാഭിക്കുള്ളൂ. ഇനി ഈ ചിക്കൻ എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം, ഒറ്റ ക്രഷ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വലിയ ചിക്കൻ പീസ് നമുക്ക് ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില എന്ന് വെച്ചാൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത്രയും വെച്ച് ഇന്ന് പൊടിയായിട്ട് അരിഞ്ഞത് മുഴുവനോടെ കിടക്കുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ വെച്ച് കൊണ്ടാവില്ല. ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞ. പിന്നെ സവോള ഇത്രയും ഇടുക. ഇത് നന്നായിട്ട് വഴറ്റി. ഞാൻ പച്ചമുളക് ഇതിൽ ചേർക്കുന്നില്ല, പച്ചമുളക് കടിക്കുമല്ലോ അരിയുമ്പോൾ, അരിഞ്ഞിട്ടുള്ളത് കടിക്കും. അപ്പം ഞാൻ കുറച്ച് സവോള ഇട്ടു. ഞാൻ നന്നായിട്ട് വഴക്കട്ടെ. ഞാൻ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇങ്ങനെ പ്രത്യേകം ആദ്യം പാചകം, അതായത് കുടുംബജീവിതം തുടങ്ങി പാചകമൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വേറെ വേവിക്കുന്നില്ല. എന്നാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എല്ലില്ലാത്ത പീസ് എടുത്ത്, അപ്പോൾ അതിൽ മസാല എല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് അത് എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് അതുകൊണ്ട് ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇതിൽ സവാള ഒന്ന് വാടിയാൽ മതിയാവും. അതിലേക്ക് ഇതാ നമ്മളെ ചിക്കൻ വെച്ചുകൊണ്ടിട്ടു. അതിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സവോളയ്ക്ക് ഉപ്പിടാത്തത്. ഇത് ഇടുക. പിന്നെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്, അതും ഇടുക. നന്നായിട്ട് യോജിപ്പിക്കരുത്. ഇതിലേക്ക് ഇനി ഞാൻ ചിക്കൻ മസാല, സാധാരണ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നുമല്ല, കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ ആദ്യം. അപ്പോൾ കുറച്ച് മേടിക്കുന്ന ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇടുകയാണ്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സ് നന്നായിട്ട് യോജിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് എന്താ പറയുക ഉരുട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബ്രെഡ് പൊടിച്ച് വയ്ക്കും. സാധാരണ നമ്മൾ മേടിക്കുന്ന ബ്രെഡ് ക്രംസ് ആയിട്ട് മേടിക്കാൻ കിട്ടും. പക്ഷേ ഞാൻ നമ്മുടെ സാധാ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണമാണ്. പിന്നെ മുട്ട ഉടച്ച് വെക്കണം. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് തണുത്ത് കഴിയും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള കൂട്ട് റെഡിയായി. ഇത് ചിക്കൻ്റെ കൂട്ടാണ്. ഇത് 2 മുട്ടയുണ്ട്. അത് ഉണ്ണിയും വൈറ്റും ഞാൻ അങ്ങനെ വേർതിരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ 2 മുട്ട. പിന്നെ ഇത് നമ്മുടെ സാധാ ബ്രെഡ് ഞാൻ മിക്സിയിൽ പൊടിച്ചതാണ്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉരുട്ടി അത് ഷേപ്പാക്കാം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പോൾ അച്ചൊക്കെ ഉണ്ടെങ്കിൽ അച്ചിലിട്ടുണ്ടാക്കാം. ഞാനിങ്ങനെ കൈ കൊണ്ടാണ്. ചെറിയ ഇത് മതിയാവും. ഈ മുട്ടയും മിക്ക ബ്രെഡ് സ്ക്രംബ് ആകുമ്പോൾ അതിൻ്റെ വലിപ്പം ഉണ്ടാവും. നമുക്ക് അത്ര വലുത് വേണ്ട. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മുടെ എഗ്ഗിൽ മുക്കി ഇങ്ങനെ കിട്ടും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് നോക്കുകയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കുക ചെയ്യുക. ഇതിപ്പോൾ നാളെ കുറച്ച് വിരുന്നുകാരുണ്ട്. എനിക്ക് വിരുന്നുകാരുള്ളപ്പം അവരുടെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ അവർ വരുന്നു എന്ന് പറഞ്ഞ അവർ വരുന്നതിന് മുമ്പേ എല്ലാം ഉണ്ടാക്കി കഴിയും. പക്ഷേ നാളെ ഇപ്പോൾ അവർ രാവിലെ വന്നിട്ട് വൈകിട്ട് വരെ ഉണ്ടാവും. അപ്പോൾ വൈകിട്ടത്തേക്കാണിത്. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചാൽ നാളെ വൈകിട്ട് ചായക്കപ്പം അപ്പം തന്നെ ഫ്രഷായിട്ട് വറുത്ത് കൊടുക്കാം. ഞാനിത് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാൻ മതി. നമുക്ക് പാത്രത്തിൽ നിരത്തി വെച്ച് അടച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് മുഴുവൻ അങ്ങനെ പരത്തിക്കൊണ്ടുവരാം. ഓക്കെ, നമ്മുടെ ചിക്കനെല്ലാം കട്ട്ലറ്റിനുള്ള ചിക്കൻ്റെ മിക്സ് നമ്മൾ മുട്ട എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി അതിൽ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ആക്കി നമുക്ക് വറുത്ത് കോരാം. ഞാൻ ഒരു വട്ടം വറുത്ത് കോരിയിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തേത് വായി. ഓക്കെ, അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത്രയും മതിയാവും. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാണ്. ഇനി നമുക്ക് സോസ് കൂട്ടി ചൂടോടെ തന്നെ കഴിക്കാം. ഓക്കെ.